നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചരിത്രത്തിലില്ലാത്ത ധനപ്രതിസന്ധിയിൽ സംസ്ഥാനമെന്ന് പ്രതിപക്ഷം. നികുതി വരുമാനം കൂട്ടാൻ ഒരു പദ്ധതിയും ഇല്ല എന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ വി.ഡി. സതീശൻ. നിരന്തരം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സർക്കാർ സുരക്ഷിതമാണോ എന്നും പ്രതിപക്ഷ നേതാവ്. പ്രതിസന്ധിയില്ലെന്നും ബുദ്ധിമുട്ടുണ്ടെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. ഒരു പദ്ധതിയും നിന്നുപോയിട്ടില്ല എന്നും നികുതി വരുമാനം കൂടിയെന്നും ധനമന്ത്രി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമാക്കണമെന്ന പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ ഒറ്റക്കെട്ടായി പാസാക്കി നിയമസഭ. തിടുക്കപ്പെട്ടുള്ള പരിഷ്കരണം ദുരുദ്ദേശത്തോടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലെന്നും മുഖ്യമന്ത്രി. പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാത്ത ഹൃദയമില്ലാത്ത സർക്കാരെന്ന ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം. സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന് മാത്യു കുഴൽനാടൻ. പരാതികളും നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുവാനുള്ള പരിപാടിക്ക് തുടക്കം. CM വിത്ത് മീ കണക്ട് സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൾ സെന്ററിൽ പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകും. 10 പേരെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കും. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ FIR-ൽ ഗുരുതര ആരോപണം. വരവ് മനഃപൂർവ്വം താമസിച്ചെന്ന് FIR. 4 മണിക്കൂർ വൈകിയാണ് എത്തിയതെന്ന് റിപ്പോർട്ട്. 8-അംഗ സംഘത്തെ നിയോഗിച്ച് JP നന്ദ. ഹേമമാലിനിയുടെ നേതൃത്വത്തിൽ NDA സംഘം കരൂരിലേക്ക്. പരിക്കേറ്റവരെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല സ്വർണ്ണപ്പാളി കേസ് വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ നിരീക്ഷകനെ നിയമിച്ച് ഹൈക്കോടതി. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുവാനുള്ള ശ്രമമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തിച്ചത് ഈ മാസം 25-നെന്ന സഹോദരി മിനി ദേവി. ഇടയ്ക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടെന്നും എന്താണെന്നറിയില്ലായിരുന്നുവെന്നും മിനി ദേവി. ഏഷ്യ കപ്പ് മത്സരത്തിലെ വിവാദം കൊഴുക്കുന്നു. പാക് മന്ത്രി കൂടിയായ ACC ചെയർമാനിൽ നിന്നും കപ്പ് സ്വീകരിക്കാതെ ഇന്ത്യൻ ടീം. മുഹസിൻ നഖ്വി ഹോട്ടലിലേക്ക് കടത്തിയ ട്രോഫി ഉടൻ തിരികെ നൽകണമെന്ന് BCCI. ICCക്ക് പരാതി നൽകും. സമസ്ത മേഖലയിലും സർക്കാരിന് സാമ്പത്തിക കെടുകാര്യസ്ഥതയെന്നും ഇത്രയേറെ ട്രഷറി സ്തംഭനവും പദ്ധതി വിഹിതവും വെട്ടിക്കുറച്ചതും ഈ സർക്കാരിൻ്റെ കാലത്താണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ആരോപിച്ചു. സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും പ്രതിസന്ധിയില്ല എന്നും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചു എന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. സർക്കാരിന്റെ ധനമാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഗ്രാന്റുകൾ മുഴുവൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കിടയിലും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. GST വരുമാനത്തിൽ 2.58% കുറവുണ്ടെന്നും സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാണാനാകുമെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അഗ്രികൾച്ചറിൽ ഇതുവരെ 20% മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റിൽ 23%, സഹകരണ മേഖലയിലാണ് 11%, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 15.7%, ഇൻഡസ്ട്രി 23%, ഊർജം എന്ന് പറയുന്നത് 0% ആണ് സാർ കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ. ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വിവിധ മേഖലകളിലെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് ഇത്രയേറെ തവണ ട്രഷറി സ്തംഭനം മറ്റൊരു സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ചു. ബാറുകളുടെ എണ്ണം ഉയർന്നിട്ടും ആനുപാതികമായി നികുതി വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നും സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടും നികുതി പിടിച്ചെടുക്കാനാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടത്തേണ്ട അത്യാവശ്യം പർച്ചേസുകളിലുമെല്ലാം ഗുരുതരമായ തകർച്ചയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതേസമയം ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെ പഴിചാരിയും സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് ധനമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയത്. ഒരു വർഷം ശരാശരി 57,000 കോടി രൂപയായി കേന്ദ്രവിഹിതം കുറഞ്ഞിട്ടും കേരളം മുന്നോട്ടു പോകുന്നത് ധനകാര്യ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐ ഡോണ്ട് കെയർ എന്നതല്ല സർക്കാരിന്റെ സമീപനമെന്നും എല്ലാവരെയും ചേർത്തു നിർത്തുന്ന സർക്കാരാണെന്നും പ്രതിപക്ഷത്തെ കുത്തി ധനമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബുദ്ധിമുട്ടിനിടയിലും മാനേജ് ചെയ്യുന്ന ഈ സർക്കാരിന് കഴിയും എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ പറയുന്നതല്ല സർ. കേരളത്തിനകത്ത് നമ്മൾ 500 കോടി നമ്മൾ മുടക്കുമ്പോൾ 500 കോടി വെറുതെ തരണം. ഇതാ കണക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 500 കോടി അഡ്വാൻസ് ചെയ്തിട്ട് അതിന്റെ കൂടി റീഇംബേഴ്സ്മെന്റ് അത്രയും കൂടി തരാത്തതുകൊണ്ടാണ് പണി നിൽക്കുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പക്ഷേ സാർ, ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു. ഈ സഭാ സമ്മേളനത്തിലെ 4ാമത്തെ അടിയന്തര പ്രമേയമാണ് സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നത്. പോലീസിന്റെ വീഴ്ചയും മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധിയും വിലക്കയറ്റവും അടിയന്തര പ്രമേയമായി സഭയിൽ ചർച്ച ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച് കേരള നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രമേയം അംഗീകരിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടക്കം മുതലേ എതിർക്കുന്നവരാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഷ്കരണ നടപടികൾ മതിയെന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമസഭയിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിയമസഭ പ്രമേയം പാസാക്കിയതിൽ പ്രതികരണവുമായി BJP നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പ്രമേയമെന്നും വോട്ടർ പട്ടിക ശുദ്ധീകരണം നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആവശ്യമാണെന്നും PK കൃഷ്ണദാസ് കോഴിക്കോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ UDF-നും LDF-നും ഭയമാണ്. സർക്കാരിന്റെ പ്രമേയത്തിന് ചവറ്റുകുട്ടയിലെ കടലാസിന്റെ വില പോലും BJP നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഈ സംയുക്ത പ്രമേയം ദുരൂഹമാണ്, അതുപോലെ തന്നെ പ്രതിഷേധാർഹമാണ്. തെറ്റുകളില്ലാത്ത വോട്ടർ പട്ടിക, അതാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുക വഴി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭയമുണ്ട്, കോൺഗ്രസിനും ഭയമുണ്ട്. ഈ പ്രമേയത്തിന് ചവറ്റുകൊട്ടയിലെ ഒരു കടലാസിൻ്റെ വില പോലുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണം. വിജയ് റാലിക്കെത്താൻ വൈകിയത് മനഃപൂർവ്വമെന്ന് FIR-ൽ പരാമർശം. ആളുകൾ കൂടുതൽ എത്താൻ വേണ്ടി മനഃപൂർവ്വം പരിപാടി 4 മണിക്കൂർ വൈകിപ്പിച്ചു. അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയതെന്നും FIR-ലുണ്ട്. 10,000 പേരുടെ പരിപാടിക്കാണ് അനുമതി നൽകിയത്. എന്നാൽ 25,000 പേരാണ് പരിപാടിക്ക് എത്തിയത്. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ കരൂർ സന്ദർശിക്കുന്നതിനായി 8-അംഗ NDA സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിലാണ് സംഘം കരൂരിൽ എത്തുക.
കരൂർ ദുരന്തത്തിൽ മരണം 41ആയി. 50 പേർ ചികിത്സയിൽ തുടരുകയാണ്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വിജയ്ക്ക് ദുരന്തസ്ഥലം സന്ദർശിക്കുവാനുള്ള അനുമതി നൽകാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും TVK കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദികളായ തമിഴക വെട്രിക്കഴകത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പരിക്കേറ്റ 55 പേർ ആശുപത്രി വിട്ടെന്നും നിലവിൽ 50 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്തത്തിന് ശേഷം മൗനം തുടർന്ന വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും വിജയ് നടത്തിയിരുന്നില്ല. ദുരന്തത്തിന് ശേഷം ചെന്നൈ നീലങ്കരയിലെ വസതിയിലായിരുന്ന വിജയ് പുറത്തിറങ്ങിയെങ്കിലും കരൂരിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ദുരന്ത സ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി വിജയ്ക്ക് നൽകാനാകില്ലെന്ന് പോലീസും അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്റർ ഉയർന്നു. കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രങ്ങളോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണെന്ന് TVK ആരോപിക്കുന്നു. അതേസമയം വിജയ്ക്കെതിരെ തുടക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMKയിലെ ധാരണ. അതിനിടെ രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയിയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. വിരമിച്ച ജഡ്ജി കണക്കെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. സ്വർണ്ണാഭരണ രജിസ്റ്റർ അടക്കം പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ ഇന്ന് കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. ശബരിമലയിലുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്ന വിവരമാണ് വിജിലൻസ് SP കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. സ്വർണ്ണപ്പാളികളുടെയും പീഠത്തിൻ്റെയും രണ്ടാമതൊരു സെറ്റ് കൂടി ഉണ്ടെന്നും അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഉണ്ടാകാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂം അടക്കം വിജിലൻസ് പരിശോധിച്ചു. എന്നാൽ അത്തരത്തിൽ ഒന്നും തന്നെ സ്ട്രോങ് റൂമിൽ ഇല്ലായിരുന്നുവെന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണത്തിൻ്റെ അടക്കം മൂല്യനിർണ്ണയത്തിനായി ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഗുരുതര വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായത്. PS പ്രശാന്ത് പ്രസിഡന്റ് സ്ഥാനം സ്വയം രാജിവയ്ക്കുകയോ സർക്കാർ പുറത്താക്കുകയോ ചെയ്യണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കണക്കും ഒന്നിനുമില്ലാത്തൊരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടക്കണമെന്ന് BJP നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ് കോഴിക്കോട് ആവശ്യപ്പെട്ടു. 4.5 കിലോ സ്വർണ്ണമാണ് കാണാതായത്. കോടിക്കണക്കിന് സ്വത്ത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലും പിണറായി സർക്കാർ തീവട്ടിക്കൊള്ള നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ആരോരും അറിയാതെയാണ് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഈ ശില്പത്തിന് താഴെ നിൽക്കുന്ന പീഠം, ആ പീഠങ്ങൾ കാണാനില്ല. ഇപ്പം 4.5 കിലോ കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മോഷണം തന്നെയാണ്. ഇതിനെക്കുറിച്ച് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം. ഏതായാലും ഹൈക്കോടതി
റിട്ടയർഡ് ജഡ്ജിനെ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമഗ്രമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഞങ്ങൾ പറയുന്നത് 10 കൊല്ലമായി കേരളത്തിൽ തീവട്ടിക്കൊള്ള നടത്തുന്ന പിണറായി സർക്കാർ ശബരിമലയിലും തീവട്ടിക്കൊള്ള നടത്തുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠത്തിലെ സ്വർണ്ണപ്പാളി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തിയതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് മന്ത്രി വി എൻ വാസവനും അന്വേഷണം വേണമെന്ന് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. അതേസമയം പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്നതെന്ന് സഹോദരി മീദേവിയും ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറുമൂട്ടിലെ വീട്ടിൽ നിന്നുമാണ് ദേവസ്വം വിജിലൻസ് ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം സീൽ ചെയ്ത കവറിൽ വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളോട് അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല. പലപ്പോഴും സാധനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും അത് തിരികെ കൊണ്ടുപോകാറുണ്ടെന്നും സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറയുന്നു. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അതേസമയം സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയെന്ന് സംശയിക്കുന്നതായും ഇക്കാര്യത്തിൽ അടപടലെ അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശബരിമല പീഠം കാണാതായത് രാഷ്ട്രീയ വിവാദമാക്കാനാണ് ശ്രമമെന്നും താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പീഠം പിടിപ്പിച്ചതെന്നും ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും ചീഫ് എഞ്ചിനീയർക്കുമാണെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറും പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു 6 കിലോ സ്വർണ്ണം അയ്യപ്പൻ്റെ അടിച്ചു മാറ്റി പറഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ട് പറയാമെന്നല്ലാതെ ആരും അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരാളിനെ ചുമതലപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻസിൻ്റെ തിരുവാഭരണം കമ്മീഷണർ വിജിലൻസ് ചീഫ് എഞ്ചിനീയർ ഇത്രയും പേരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. G. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും പ്രതിഷേധം. പത്തനംതിട്ട കുമ്പഴ മയിലാടുംപാറ 5337 നമ്പർ ശ്രീഭദ്ര NSS കരയോഗ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സുകുമാരൻ നായർക്കെതിരെയും മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചു. നായർ സമുദായത്തെയും അയ്യപ്പ ഭക്തരെയും ഒന്നടങ്കം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുകുമാരൻ നായർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും സ്വയം രാജിവെച്ച് ഒഴിഞ്ഞുപോകണമെന്നും ആഹ്വാനം ചെയ്യുന്നു. സുകുമാരൻ നായർക്ക് പാദസേവ ചെയ്യുന്ന മന്ത്രി KB ഗണേഷ് കുമാർ നായന്മാരുടെ മെക്കിട്ട് കയറാൻ വരണ്ട എന്നും ബോർഡിൽ പറയുന്നു. പരാതികളും ആവശ്യങ്ങളും പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പദ്ധതി CM with me കണക്ട് സെൻറ്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൾ സെൻറ്ററിൽ ജനങ്ങൾക്ക് പരാതി നൽകാം. 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അൽഫ്രഡ്, ഇതുപോലൊരു പരിപാടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലാണോ മുഖ്യമന്ത്രി ജനങ്ങളോട് കൂടുതൽ അടുക്കുന്നത്? രാജേഷ്, സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങളെ കൂടി
സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ ഒരു പരിപാടി CM വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പരിപാടിക്ക് ഇപ്പോൾ ഉദ്ഘാടനം കുറിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭരണ സംവിധാനം, അതായത് പൊതുജനങ്ങൾക്ക് സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിനും പൊതുജനങ്ങൾക്ക് പരാതിയും നിർദ്ദേശങ്ങളും സമർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ദൈനംദിനമായ ഭരണ നിർവഹണത്തിൽ പൊതുജനങ്ങൾക്ക് അധിഷ്ഠിതമായി CM എന്ന് പറയുന്ന ഈ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടി ഏത് വിധത്തിലാണ്, ഏത് മേഖലയിലെ എന്ത് പരാതികളോ പൊതുജനങ്ങൾക്ക് സർക്കാരുമായി നേരിട്ട് കോൾ സെന്റർ വഴി അറിയിക്കാം. മാത്രമല്ല, ഇങ്ങനെ വരുന്ന പരാതികളിൽ, ഇങ്ങനെ വരുന്ന നിർദ്ദേശങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഈ മറുപടിയിൽ 48 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ മറുപടി ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ നിർദ്ദേശങ്ങളുടെ കാര്യക്ഷമതയുടെ നിർദ്ദേശങ്ങൾക്ക് ഏതൊക്കെയാണ് നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് പരിഹരിക്കാനാവാത്തത് പോലും അത് അങ്ങനെ ഒരു മറുപടി പോലും ആ ഭാഗത്ത് ഉണ്ടാകുന്നു. തുടർ നടപടികൾ ആവശ്യമുള്ളത് സർക്കാർ അറിയിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പോലും നവകേരള നിർമ്മാണം അത് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. നവകേരള നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ജനങ്ങളെ കൂടി ഈ പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കി, ജനങ്ങളാണ് ഭരണത്തിന്റെ കേന്ദ്രവും ജനങ്ങളാണ് ഭരണത്തിന്റെ മുഖ്യബിന്ദു, ഈ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇക്കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത് ഈ CM വിത്ത് മീ എന്ന പരിപാടി ഇതിനു വേണ്ടി എല്ലാ ഭരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ CM വിത്ത് മീയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പൊതുഭരണ വകുപ്പും റവന്യൂ വകുപ്പുമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി 10 പോലീസ് ഉദ്യോഗസ്ഥർ ഈ CM വിത്ത് മീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചു. അതോടൊപ്പം റവന്യൂ വകുപ്പ്, ആഭ്യന്തര വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർ, മറ്റു വകുപ്പുകളിൽ നിന്ന് ഓരോ ഉദ്യോഗസ്ഥരുടെ ഇതിന്റെ ഭാഗമായി മാറി. ഇപ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യ കോൾ വന്നത് നടൻ ടൊവിനോ തോമസുമായാണ്. മുഖ്യമന്ത്രി ടൊവിനോ തോമസുമായി സംസാരിക്കുകയും ടൊവിനോ തോമസിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻഫിൽ ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത്. ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ മന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തതിൽ BJPക്ക് പ്രശ്നമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BJP ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നും രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ BJP നിലപാടെടുത്തു എന്നത് അർദ്ധശൂന്യമായ ചർച്ചയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ISI റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾക്ക് 8 വർഷം വീതം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷേഖ് ഹിദായത്തുള്ള എന്നിവർക്കുള്ള ശിക്ഷയാണ് കൊച്ചി NIA കോടതി വിധിച്ചത്. പ്രതികൾ സമൂഹമാധ്യമങ്ങളിലൂടെ യുവാക്കളെ ISലേക്ക് ആകർഷിക്കുകയും ഇവർക്ക് പരിശീലനം നൽകുകയും ചെയ്തതായി തെളിഞ്ഞിരുന്നു. 2017-18 കാലഘട്ടത്തിൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ISലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ച കേസിലാണ് പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. ഭീകരവാദ സംഘടനയിൽ അംഗമാവുക, ഭീകരവാദ ആശയപ്രചാരണം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. 3 വകുപ്പുകളിലും 8 വർഷം വീതം കഠിന തടവാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് ശിക്ഷിച്ചത്. 2013 മുതൽ പ്രതികൾ IS റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്നും 2017 ഇരുവരും കേരളത്തിലും തമിഴ്നാട്ടിലും സഞ്ചരിച്ച് ആശയപ്രചരണം നടത്തുകയും രഹസ്യയോഗങ്ങൾ ചേരുകയും ചെയ്തുവെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശിക്ഷയിൽ ജയിലിൽ കിടന്ന കാലയളവിന് ഇളവ് ലഭിക്കും. 2019 മുഹമ്മദ് അസറുദ്ദീനെയും ഷെയ്ഖ് ഹിദായത്തുള്ളയെയും NIA അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ ചാവേറായ ജമീഷ മുബിൻ നേരത്തെ ജയിലിലെത്തി അസറുദ്ദീനെ കണ്ടിരുന്നു.
കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടനത്തിലെ ഗൂഢാലോചന കേസിലും പ്രതികളാണിവർ. ഈ കേസിലെ വിചാരണയും നടന്നു വരികയാണ്. അമൃത ന്യൂസ്, കൊച്ചി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന ജമ്മുകാശ്മീർ താഴ്വരയിലെ പാർക്കുകൾ തുറന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഉത്തരവ് പ്രകാരമാണ് 7 പാർക്കുകൾ തുറന്നത്. തീരുമാനം താഴ്വരയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരും. വിവിധ വികസന പദ്ധതികളിലൂടെ ജമ്മുകശ്മീരിലെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതിനിടെയാണ് പഹൽഗാം ആക്രമണമുണ്ടായത്. തുടർന്ന് താഴ്വരയിലെ സുപ്രധാന പാർക്കുകളെല്ലാം സർക്കാർ അടച്ചു. അതിശക്തമായ നിയന്ത്രണത്തിലായിരുന്നു താഴ്വരയും പ്രദേശവുമെല്ലാം. ആ നിയന്ത്രണങ്ങൾക്കാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത്. അനന്ത്നാഗ് മേഖലയിലെ ഉൾപ്പെടെ 7 പാർക്കുകൾ തുറക്കാനാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അംഗീകാരം നൽകിയത്. പാർക്കുകൾ തുറന്നതോടെ വിനോദസഞ്ചാര മേഖല സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് ജനങ്ങൾ വ്യക്തമാക്കി. तो आज दिल खुश हो गया बहुत ज़्यादा कि ये खुल गई है। अल्हम्दुलिल्लाह आज बहुत एंजॉय कर रहे हैं, बहुत ज़्यादा एंजॉय कर रहे हैं कि बहुत ज़्यादा खुश है, जो कि हम सबको पता है कि बहुत टाइम से, जब से आई थिंक पहलगाम अटैक हुआ है तब से ये पार्क्स बंद आई है, तो आज इनको रीओपन किया गया है। ये बहुत खुशी की बात है। हम अब ज़्यादा से ज़्यादा नेचर को एक्सप्लोर कर सकते हैं। जो यहाँ के टूरिस्ट्स हैं वो इन पार्क्स में भी आ सकते हैं जो आज तक बंद पड़ी थी। तो हम बहुत ज़्यादा खुश है। वी आर सो हैप्पी। ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് താഴ്വരയിൽ ഭീകരവാദ ആക്രമണം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികളായ സാധാരണക്കാർക്ക് നേരെയാണ് ആയുധധാരികളായ പാകിസ്ഥാൻ തീവ്രവാദികൾ നിറയൊഴിച്ചത്. 26 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. പാർക്കുകൾ തുറന്നു നൽകിയ പശ്ചാത്തലത്തിൽ താഴ്വരയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മലപ്പുറത്ത് ആശങ്കയായി മലമ്പനി. വണ്ടൂരിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടി മലമ്പനി സ്ഥിരീകരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. വണ്ടൂർ അമ്പലപ്പടിയിലാണ് കഴിഞ്ഞ ദിവസം 3 പേർക്ക് കൂടി മലമ്പനി സ്ഥിരീകരിച്ചത്. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള 2 തൊഴിലാളികൾക്കും ഇവർക്കൊപ്പമുള്ള 7 വയസ്സുകാരനുമാണ് മലമ്പനി കണ്ടെത്തിയത്. ഇതോടെ വണ്ടൂർ ബ്ലോക്കിൽ 1 മാസത്തിനിടെ മലമ്പനി ബാധിച്ചവരുടെ എണ്ണം 6ആയി. സംസ്ഥാനത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത മലമ്പനി വീണ്ടും റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ, വെക്ടർ കളക്ഷൻ, ലാർവ കളക്ഷൻ തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് പനി സർവേയും ഉറവിട നശീകരണവും ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഏകദേശം 2 വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ള ടാങ്കുകളും ജലസ്രോതസ്സുകളും പരിശോധിച്ചതിൽ മലമ്പനി പരത്തുന്ന അനോഫിലീസ് കൊതുകിനെയും അതിന്റെ ലാർവകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ആശാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പ്രത്യേക ടീമുകളായി തിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോട് നഗരസഭയിൽ നടപ്പാക്കിയ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി എന്ന ആരോപണം. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ രംഗത്തെത്തി. കാസർഗോഡ് നഗരസഭയിൽ പാങ്ങുള്ള ബജാർ, ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായി ഫ്ലക്സ്, ലൈറ്റ് ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചിരുന്നു. കൂടാതെ പുൽത്തകിടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ കരാർ നൽകിയത് കാസർഗോഡ് നഗരസഭയിലെ ജീവനക്കാരന്റെ ഭാര്യയുടെ ബിനാമി കമ്പനിക്കെന്നും കൂടാതെ ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ ഈടാക്കുന്നതായും പരാതിയിൽ പറയുന്നു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 70-ലധികം ബോർഡുകൾ സ്ഥാപിക്കുവാനാണ് കരാർ നൽകിയത്. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട പരസ്യ വരുമാനം തട്ടിയെടുക്കുകയാണെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. ഇത് നഗരസഭയുടെ പേരിൽ നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം അടിച്ചു മാറ്റാൻ വേണ്ടി 3-4 വ്യക്തികൾ, മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥനടക്കമുള്ള വ്യക്തികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്ത് നൽകാൻ നഗരസഭയിലെ BJP കൗൺസിലർമാർ തയ്യാറാകുന്നുണ്ട്. പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് കരാർ ഏറ്റെടുത്ത കമ്പനി നഗരസഭയ്ക്ക് 1 വർഷത്തേക്ക് 1,14,000 രൂപയും GSTയും മാത്രമാണ് നൽകേണ്ടത്. തെളിവ് സഹിതം പരാതി ലഭിച്ചതിനാൽ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. അതേസമയം വൈദ്യുതി ചാർജ് അടക്കം നഗരസഭയ്ക്ക് 1 രൂപ പോലും ചിലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് ഭരണസമിതിയുടെ നിലപാട്. അമൃത ന്യൂസ്, കാസർഗോഡ്.
കോഴിക്കോട് പറമ്പിൽ ബസാറിൽ വീട് കുത്തിത്തുറന്ന് 25 പവൻ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. കക്കോടി സ്വദേശി അഖിലാണ് ചെവായൂർ പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതിയെ പിടികൂടിയത്. ചോദ്യം ചെയ്യൽ 14 മോഷണം നടത്തിയതായി പ്രതി മൊഴി നൽകി. ഓണം കഴിഞ്ഞതിന് പിന്നാലെയാണ് നഗരപരിധിയിൽ മോഷണം വ്യാപകമായത്. ആളില്ലാത്ത വീടാണ് പ്രധാനമായും മോഷ്ടാവ് ലക്ഷ്യം വെക്കുന്നത്. വില കുതിച്ചുയർന്നതുകൊണ്ടാവാം മോഷ്ടിക്കുന്നത് അത്രയും സ്വർണവും. പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും 25 പവനും ചേവരമ്പലം സ്വദേശി ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ നിന്നും 45ഓളം പവനുമാണ് മോഷണം പോയത്. കക്കോടിയിലും ഇതേപോലെ മോഷണം നടന്നിരുന്നു. ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായി കവർച്ച നടക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ സ്വർണം സൂക്ഷിച്ചു പോകുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ACP A. ഉമേഷ് പറഞ്ഞു. വീട് പൂട്ടി പോകുമ്പോൾ 10, 40, 25 പവനൊക്കെ വീട്ടിൽ വെച്ച് പോകുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിടിക്കാം, പോലീസ് കേസിൽ പിടിക്കും. ഈ പിടിക്കുമ്പോൾ പലപ്പോഴും എത്രത്തോളം കിട്ടുമെന്ന കാര്യം ഉറപ്പില്ല. അവർ ചിലവാക്കി പോകും. ആ റിക്കവറി കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകുന്നതിനേക്കാളേറെ വീടുകളിൽ അടച്ചുവിട്ട് പോകുന്ന സമയത്ത് പോലീസ് ആപ്പിൽ അറിയിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതോടൊപ്പം തന്നെ വീട്ടിൽ വലിയ സ്വർണ്ണ ശേഖരണങ്ങളൊക്കെ വെച്ച് വളരെ അലക്ഷ്യമായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതും ഒരു ശ്രദ്ധയിലുണ്ടാവണമെന്നൊരു കൂടി അവയർനെസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പറമ്പിൽ ബസാറിൽ നിന്നും 25 പവൻ സ്വർണം മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കക്കോടി സ്വദേശി അഖിലാണ് ചേവായൂർ പോലീസിന്റെ പിടിയിലായത്. സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. എന്നാൽ 45 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതിക്ക് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി ശാന്തൻപാറ, പൂപ്പാറ മേഖലകളിൽ അനധികൃത നിർമ്മാണം സജീവം. പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തിയാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻപെട്ടിയിൽ ചെങ്കുത്തായ മല ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചു. ഇടുക്കിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിന് പോലും വലിയ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തി വൻകിട നിർമ്മാണങ്ങൾ സജീവമായി നടക്കുന്നത്. പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ യാതൊരു അനുമതിയുമില്ലാതെയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ ശങ്കരപാണ്ഡ്യൻമെട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന ഭൂമാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണമെന്നാണ് സൂചന. ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് വഴിയൊരുക്കുന്ന തരത്തിലാണ് അനധികൃത നിർമ്മാണം. ചൊക്രമുടി കയ്യേറ്റത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരം. ഇത്ര ഉയരത്തിൽ എന്തായാലും ചെറിയ വീടുകൾക്കുള്ള നിർമ്മിതിക്ക് പോലും അനുമതി കൊടുക്കാൻ പറ്റിയ പ്രദേശമല്ല. ഇവിടെ വലിയ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണത്തിനുള്ള രീതിയിലാണ് ചൊക്രമുടി വെട്ടിയ പോലെ തന്നെ റോഡ് തലങ്ങനെ വിലങ്ങനെ ഈ മലയ്ക്ക് ചുറ്റും അരഞ്ഞാണ് രീതിയിൽ വെട്ടിയിരിക്കുന്നത്. മലനിരകളിലെ ഭൂമി വാങ്ങിയതിനു ശേഷം പലർക്കായി 5 സെന്റും 10 സെന്റുമായി മുറിച്ചു വിൽക്കും. ഇവിടെ വീട് വയ്ക്കുന്നതിന് അനുമതി വാങ്ങിയ ശേഷം വൻകിട റിസോർട്ടുകൾ കെട്ടിയുയർത്തുകയാണ് പതിവ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ യഥാർത്ഥ ഉടമയുടെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യും. സർക്കാർ സംവിധാനത്തെ പോലും നോക്കുകുത്തിയാക്കിയാണ് വൻ ഭൂമാഫിയ മലയോരത്തെ മലനിരകൾ കൈയടക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ആലപ്പുഴയിൽ കള്ളുഷാപ്പ് മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾക്ക് 8 വർഷവും 1 മാസവും കഠിന തടവും 60,000 രൂപ പിഴയും. രാമങ്കരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആലപ്പുഴ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി രേഖ ലോറിയൻ ശിക്ഷ വിധിച്ചത്. രാമങ്കരി സ്വദേശി വിമൽകുമാർ, മുട്ടാർ സ്വദേശി ശ്രീകുട്ടൻ എന്നിവരാണ് പ്രതികൾ. ആലപ്പുഴയിൽ പിച്ചുവയ്യർ ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ കത്തിക്കുത്ത്. ക്യൂ നിൽക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കുത്തേറ്റയാളെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ സ്വദേശി റാഫിക്കാണ് കുത്തേറ്റത്. ഇനി കായിക വിശേഷങ്ങൾ നോക്കാം. ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ട്രോഫി മെഡലുകളുമായി കടന്നുകളഞ്ഞ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാക് ആഭ്യന്തരമന്ത്രിയുമായ മോസിൻ നഖ്വിക്കെതിരെ BCCI രംഗത്ത്. ട്രോഫി ഇന്ത്യക്ക് നൽകണമെന്നും നവംബർ ആദ്യവാരം ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ പ്രതികരിച്ചു. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോസിൻ നഖ്വി സമ്മാനദാന ചടങ്ങിൽ എത്തിയതോടെയാണ് ചടങ്ങിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയത്. നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാൻ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലുമാണ് ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു. വ്യക്തിഗത മെഡലുകൾ ഇന്ത്യൻ ടീം സ്വീകരിച്ചിരുന്നു. മറ്റു മെഡലുകളോ ട്രോഫിയോ ഏറ്റുവാങ്ങുന്നില്ലെന്ന്
ICC അറിയിച്ചതായി കമന്റേറ്റർ അറിയിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. പിന്നാലെ നഖ്വി ഉൾപ്പെടെ എല്ലാ ICC ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം വിട്ടു. അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഇന്ത്യക്ക് ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് BCCIയുടെ നിലപാട്. എന്നാൽ അതിന്റെ പേരിൽ ട്രോഫിയും മെഡലുകളും മോസിൻ നഖ്വി അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ല എന്നും അത് ബാലിശമായ നടപടിയെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കി. So we have refused to take that trophy, but that does not mean that that gentleman will take the trophy and the medals which is to be given to our country to his own hotel room. So that is totally unexpected, and we hope semblance of morality, at least we are expecting that from him. And in any case, BCCI as well as we are going to lodge a very strong protest against the behavior of that gentleman in today's prize distribution ceremony. നവംബറിൽ ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യനായ ശേഷം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. GST ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് നൽകി മെർസിഡീസ് ഐസ്ക്രീം. മെർസിഡീസ് ഐസ്ക്രീമുകളുടെ കുറഞ്ഞ നികുതി സ്ലാബുകൾ അടങ്ങിയ വില വിവരണ പട്ടികയും പുറത്തിറക്കി. മികച്ച നിലവാരമുള്ള ഐസ്ക്രീമുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതോടൊപ്പം സത്യസന്ധമായ വില നിർണ്ണയവും അതിൻ്റെ കൂടെ ആസ്വദിക്കുവാനുള്ള അവസരം കൂടിയാണ് മെർസിഡീസ് നൽകുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോസഫ് M. കടമ്പുകാട്ടിൽ പറഞ്ഞു. സുതാര്യത, ആരോഗ്യം എന്നിവയോടുള്ള പ്രതിബദ്ധത വീണ്ടും തെളിയിക്കാൻ കിട്ടിയ അവസരമാണിതെന്നും GST ആനുകൂല്യങ്ങൾ കൈമാറുന്നതിൽ പലരും മടിക്കുന്ന സമയത്ത് മെർസിഡീസ് സ്വയം മുന്നോട്ട് വരികയാണെന്നും കമ്പനി അധികൃതർ അറിയിച്ചു.